Hello, myself Dr. Ananga, Clinical Advisor at A2in4U NCLEX RN Training Center. കോർട്ടിക്കോസ്റ്റീറോയിഡിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഡോസേജ് ആണ്. നിശ്ചിത ഡോസ് തന്നെയാണ് നമ്മൾ പേഷ്യന്റിന് നൽകുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. എന്തെങ്കിലും കാരണവശാൽ ഓവർ ഡോസേജ് വരികയാണെങ്കിൽ അത് സിവിയർ ആയിട്ടുള്ള സൈഡ് എഫക്ട്സിന് കാരണമാകും. വൺസ് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് സഡൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്. സഡൻ ആയിട്ട് കോർട്ടിക്കോസ്റ്റീറോയിഡ് സ്റ്റോപ്പ് ചെയ്താൽ അത് അഡ്രിനൽ ഡെഫിഷ്യൻസിക്ക് കാരണമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഡോസേജ് കുറച്ച് വരാനേ പാടുള്ളൂ. വൺസ് നമ്മൾ സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അസസ് ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ബ്ലഡ് ഷുഗർ ലെവലാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യന്റ് കൂടി ആണെങ്കിൽ ഡെയിലി വൈസ് ബ്ലഡ് ഷുഗർ ലെവൽ അസസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ സഡൻ ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ സ്പൈക്കിന് ചാൻസ് ഉണ്ട്. ദെൻ പൊതുവേ നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡ് എടുക്കുന്ന പേഷ്യൻസിന് ഇമ്മ്യൂണിറ്റി കുറച്ച് വീക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഷ്യന്റ് എന്തെങ്കിലും തരത്തിലുള്ള അണുബാധയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തെങ്കിലും തരത്തിൽ കാണിക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ടും അതിന് വേറെ ട്രീറ്റ്മെന്റ് നൽകണം. ബോൺ ഹെൽത്ത് ആൻഡ് കോർട്ടിക്കോസ്റ്റീറോയിഡ് ലോങ് ടേം ആയിട്ട് നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോണിൽ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോങ് ടേം ആയിട്ട് കോർട്ടിക്കോസ്റ്റീറോയിഡ് കൊടുക്കുന്നവർക്ക് അതിന്റെ കൂടെ തന്നെ വൈറ്റമിൻ ഡിയും കാൽഷ്യം ടാബ്ലറ്റ്സും ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ സംരക്ഷണം. ലോങ് ടേം ആയിട്ട് കോർട്ടിക്കോസ്റ്റീറോയിഡ് യൂസ് ചെയ്യുന്ന ഒരു പേഷ്യന്റിന് വയറിൽ അൾസർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് പോലുള്ള വയറ് സംരക്ഷണം ആവശ്യമായി വരും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻ ബ്രീഫ് നമുക്കിത് സ്റ്റെപ്പ് വൈസ് പറയാം. പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ എപ്പോഴും അസസ് ചെയ്തുകൊണ്ടിരിക്കുക. ബ്ലഡ് ഷുഗർ ലെവൽ, അതുപോലെ അണുബാധയുടെ ഒക്കെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് നമ്മൾ പേഷ്യന്റിനെ ബോധവൽക്കരിക്കുക. ദെൻ കറക്റ്റ് ഡോസ് ഫോളോ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ ഒരു നഴ്സിന് കോർട്ടിക്കോസ്റ്റീറോയിഡ് സുരക്ഷിതമായി നൽകാനും രോഗിയുടെ ആരോഗ്യം പരിചരിക്കാനും സാധിക്കും. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി A2in4U ഫോളോ ചെയ്യാം. 2025 NCLEX RN എക്സാം പാസ്സാവാൻ A2in4U നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും.